കരിപ്പൂർ വിമാനത്താവള ഭൂമി ഏറ്റെടുക്കുന്നതിന് ഉടമകൾ ചോദിച്ച നഷ്ടപരിഹാരം നൽകാൻ തീരുമാനം. വീട് നഷ്ടപ്പെടുന്നവർക്ക് 10 ലക്ഷം അധികമായി നൽകുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. വിശദാംശങ്ങൾ മഹേഷ് കുമാർ നൽകും. മഹേഷ്, ഭൂമി ഏറ്റെടുത്തില്ലെങ്കിൽ റൺവേയുടെ നീളം കുറയ്ക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ കർശന മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇത് മുന്നിൽ കണ്ടാണോ ഇപ്പോൾ പുതിയ തീരുമാനം? ത്തിന്റെ ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടരുകയാണ്. ഭൂമി ഏറ്റെടുപ്പ് ഇതുവരെയും സാധ്യമായിട്ടില്ല. പക്ഷേ മറ്റ് ചർച്ചകളൊക്കെ നടന്ന് ഏകദേശം ഭൂമി ഏറ്റെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെത്തി. പക്ഷേ ഈ ഒരു വീട് നഷ്ടമാകുമ്പോൾ 4,60,000 രൂപയാണ് ഈ വീടിന്റെ യഥാർത്ഥ വിലയ്ക്ക് പുറമെ ഇവർ നിർണ്ണയിക്കുന്ന പൊതുമരാമത്ത് നിർണ്ണയിക്കുന്ന വിലയ്ക്ക് പുറമെ 4,60,000 രൂപയായിരുന്നു അധികമായി നൽകുന്നത്. ഇപ്പോൾ 10 ലക്ഷം രൂപ വീതം ഓരോ വീടിനും അധികമായിട്ട് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഈ വീടിന്റെ ഒരു മൂല്യം കണക്കാക്കിയുള്ള വിലയ്ക്ക് പുറമെ 10 ലക്ഷം കൂടി അധികമായി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഈ ഭൂ ഉടമകൾ പറഞ്ഞ മിക്ക നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം പരിഗണിച്ചിരിക്കുന്നു. അതായത് ഭൂമി ഏറ്റെടുപ്പ് ഇനി അതിവേഗം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് മന്ത്രി വി അബ്ദുറഹിമാൻ വ്യക്തമാക്കിയത്. ഈ വി അബ്ദുറഹിമാനെയാണ് അതിന്റെ ഏകോപന ചുമതല ഏൽപ്പിച്ചിരുന്നത്. ഈ കരിപ്പൂരിന്റെ ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് കരിപ്പൂർ വിമാനത്താവള ഭൂമി ഏറ്റെടുക്കുന്നതിന് ഉടമകൾ ചോദിച്ച നഷ്ടപരിഹാരം നൽകാൻ ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ്. മഹേഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.